സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണെന്ന് ആശാവർക്കർമാർ. രാപ്പകൽ സമരം തുടരും. രാപ്പകൽ സമരയാത്രയ്ക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത്. രാപ്പകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും വേദിയിൽ നടന്നിട്ടുണ്ട്. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, കൂടുതൽ വിശദാംശങ്ങൾ. ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിലാണ്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 81ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് അവരെ രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിരാഹാര സമരത്തിന് ഇവിടെ ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നത്. നിരാഹാര സമരം ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചു എന്നൊരു തീരുമാനമാണ് ആശാവർക്കർമാർ അറിയിച്ചത്. എന്നാൽ സെക്രട്ടേറിയറ്റ് മുന്നേ രാപ്പകൽ സമരം തുറന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചു മുൻപാണ് ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ചത്. രാപ്പകൽ സമരം മെയ് 5-ാം തീയതിയാണ് കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്നത്. ഈ ആരംഭിക്കുന്ന ചടങ്ങ് ജൂൺ 17-ാം തീയതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതാണ്. അന്നേ ദിവസം വരെ ഈ ഒരു സമരപ്പന്തൽ ഇവിടെ തന്നെ കാണും. എന്നാൽ രാപ്പകൽ സമരം ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവരുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ ഇവർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കുറച്ചു മുൻപ് ഇവിടെ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഈ ഒരു ചടങ്ങ് ഇവർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ രാപ്പകൽ സമരത്തിലേക്ക് പങ്കെടുക്കേണ്ട ആശാവർക്കർമാർ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്. കുറച്ചു മുൻപ് ഗാന്ധിയനായ ഒരു പ്രതിനിധിയാണ് ഈ ഒരു ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമുക്ക് ചെയ്തപ്പോൾ നമുക്ക് രാപ്പകൽ സമരം ഇവിടെ തന്നെ തുടരുകയാണ്. എന്നാൽ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്താണ് പറയാനുള്ളത്? രാപ്പകൽ നിരാഹാരം ഇല്ല, ഒന്ന് സമാപിച്ചു. പിന്നെ രാപ്പകൽ സമരം ഇത് ഒത്തുതീർപ്പാവുന്നത് വരെയും ഞങ്ങളുടെ കാര്യം വിജയിക്കുന്നതുവരെ സമരമുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങൾ രാത്രിയും പകലും ഇവിടെ സമരത്തിലാണ്. എല്ലാ ആശാമാരും മാറി മാറി വന്ന് കിടക്കും. ഞങ്ങൾ എല്ലാവരും വന്ന് സമരത്തിലാണ്. സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒട്ടും പിറകോട്ടല്ല, മുന്നോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ മെയ് 5-ാം തീയതിയാണ് രാപ്പകൽ സമര യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ജൂൺ 17-ാം തീയതിയാണ് ഇവിടെ എത്തുന്നത്. അന്ന് വരെ ഈ ഒരു സമരപന്തൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലെ തന്നെ ശക്തമായി തുടരുമെന്ന് തന്നെയാണോ പറയുന്നത്? ഇത് ശക്തമായി തന്നെ തിരിച്ച് കാസർഗോഡ് പോയിട്ട് തിരിച്ച് വരുന്നത് വരെ ഇത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ഇതിന് യാതൊരു മാറ്റവുമില്ല. ആരും പിന്മാറി പോകില്ല. ഞങ്ങളുടെ ജോലി ചെയ്യുന്നതിന്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം. കിട്ടിയാലേ ഞങ്ങൾ മാറുള്ളൂ. അല്ലാതെ ഞങ്ങൾ മാറുന്ന ഒരു മന്ത്രി എങ്ങനെ തീരുമാനിച്ചാലും ഞങ്ങൾ മാറില്ല. ഞങ്ങൾ ഇതിന് മുന്നോട്ടിറങ്ങി. ഞങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ലല്ലോ. ഞങ്ങൾ രാവും പകലും ഈ വെയിലത്തും മഴ ഞങ്ങൾ എന്തെല്ലാം അവകാശങ്ങൾ കേട്ട്, എന്തെല്ലാം അപരാധങ്ങൾ കേട്ടു, ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞു. ഇനി അപമാനിക്കാൻ ഒന്നുമില്ല സർക്കാരിനും സർക്കാരിൻ്റെ ആൾക്കാർക്കും. എന്ത് കേട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രയാസം, ഞങ്ങൾക്ക് ഒന്നിനൊന്നിന് ധൈര്യം കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ രാപ്പകൽ സമരം തന്നെയാണ്. നിരാഹാരം ഇല്ല, രാപ്പകൽ സമരം തന്നെയാണ്. പിറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയായിട്ടും അവർ പറഞ്ഞതുപോലെ തന്നെ എന്ത് വന്നാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ ഒരു സമരം തുറന്നുകൊണ്ടേയിരിക്കും. 43ാം ദിവസമായി ഇന്നാണ് ഈ ഒരു നിരാഹാര സമരം ഇവരെ അവസാനിപ്പിച്ചുകൊണ്ട് അവർ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമരയാത്രയ്ക്ക് അവർ എല്ലാവിധ പിന്തുണയുമാണ് ലോകമെമ്പാടുമുള്ള ആശാവർക്കർമാരും അതുപോലെ തന്നെ മറ്റ് മേഖലയിലെ പ്രമുഖരുൾപ്പെടെ ഈ ഒരു സമരയാത്ര ഈ ഒരു സെക്രട്ടേറിയറ്റിന് പഠിക്കൽ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മടങ്ങിയത്. നിരവധി പേരാണ്, ആശമാരാണ് ഇപ്പോൾ ഈ ഒരു വേദിയിലിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ എന്ത് വന്നാലും ഈ ഒരു സമരം അതിന്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു അവസാനം കാണുന്നത് വരെ ഇവിടെ തന്നെ തുടരുമെന്ന് തന്നെയാണ് ഇവർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരുടെ ന്യായമായ ആവശ്യങ്ങളായ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെയുള്ള 21,000 രൂപ പ്രതിമാസം ഓണറേറിയം ഒക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമരവേദിയാണ് ഇപ്പോൾ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്നത് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാലും ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കുന്നത് ഒരിക്കലും അവർ ഇതിൽ നിന്നും പിന്നോട്ടില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്നോട്ട് മാറുന്ന ഒരു പ്രവണതയല്ല. അവർ എന്തായാലും ഇതിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ദേവിക, ശരി.